ഇന്നലെ കണ്ട ഒരു പരനാറിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം ഹോമിക്കണോ? അല്ലെങ്കിൽ 25 വർഷമായിട്ട് തൻ്റെ അച്ഛനും അമ്മയും കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ വളർത്തിയത് അത് അനുഭവിക്കണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞ് ഇന്നലെ കണ്ട ഒരുത്തന് വേണ്ടിയിട്ട് സ്വയം ജീവിതം എന്താവശ്യം എന്താണ്? അവനിപ്പോൾ നാളെ കല്യാണം കഴിച്ചിട്ട് അവൻ നല്ല രീതിയിൽ ജീവിക്കുമായിരുന്നു. ഇത് പോയത് പോയില്ല. പോലെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മകള് പ്രേമിക്കുന്നത് കുഴപ്പമില്ല. ചില മാതാപിതാക്കളുണ്ട് നോക്കും, വലിയ വീടുണ്ട്, അച്ഛനും അമ്മയും ജോലിക്കാരാണ്, കുഴപ്പമില്ല, ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 നില വീട് ഇവനായിരിക്കും, വീടും പറമ്പിൽ ഇവനായിരിക്കും. ശരി, അങ്ങ് കണ്ണടക്കും. അതാണ് അങ്ങ് കണ്ണടക്കും. എന്താണെന്ന് വെച്ചാൽ ഓൻ പണക്കാരനാണ്, ഓൻ ഇഷ്ടംപോലെ. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിരുന്നു, അതായത് ഈ മേഘ എന്ന് പറയുന്ന IB ഓഫീസറെ പറ്റിയിട്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കുന്നയാൾ പറഞ്ഞു, ചേട്ടാ അത് പറയണ്ട, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അറിയാത്ത കാര്യമാണ്. പക്ഷെ അന്നേ എനിക്കറിയാമായിരുന്നു ഈ പെൺകുട്ടി ഈ ലൈംഗികപരമായ ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ പറയുന്നുണ്ട് എറണാകുളത്തൊക്കെ ചുറ്റിയടിക്കാറുണ്ടെന്ന്. ഈ എറണാകുളത്ത് ചുറ്റിയടിക്കുന്ന 25 വയസ്സായ യുവതി, അവർക്ക് സാമാന്യ ബോധമുണ്ടാകും. അതായത് ഒരുത്തൻ്റെ കൂടെ എങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ മോശമാണ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നാളെ ആൾക്കാർ പറയും എന്നുള്ള ബോധം കൃത്യമായിട്ടുണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കും. നല്ല കുടുംബമായിരിക്കാം, അധ്യാപക ദമ്പതികളുടെ അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ്സുകാരൻ്റെ മകനാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ സുഗാന്ത് എന്ന് പറയുന്നവൻ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും വിചാരിച്ചിട്ടുണ്ടാവും നല്ല കുടുംബമാണ്, രണ്ടുപേരും ഒരേ ജോലിയാണ്, അതുകൊണ്ട് അങ്ങനെ അങ്ങ് കറങ്ങി നടന്നോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാൻ, കല്യാണം കഴിച്ചു കൊടുക്കാൻ കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്ന്. ഈ പെൺകുട്ടിയും അതുപോലെ തന്നെയാണ് വിശ്വസിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കാമുകനങ്ങ് കൊടുത്തു. അതായത് ഇവൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുന്നതല്ലേ, ഇനിയിപ്പോൾ ഇത് അന്വേഷിച്ചിട്ട് ഇവൻ വേറെ എവിടെയെങ്കിലും പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ ഇവൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു 4-മത്തെയോ 5-മത്തെയോ ആയിരിക്കും. കാരണം ഇത് ഇവൻ കൃഷിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇവന് ചുറ്റിക്കറങ്ങാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വികാരം തീർക്കാനും വേണ്ടി മാത്രമായിട്ടൊരു പെണ്ണുപണി ഇവന്. അതായിരുന്നു ഇവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ്, നമ്മൾ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും വിവരവും വിദ്യാഭ്യാസവും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എവിടെയാണ് എത്തുക? അതായത് എല്ലാവരും പറയുന്നില്ലേ ഈ പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പോഴത്തെ കാലം വേറെയാണ്. ഇതൊന്നുമല്ല മക്കളെ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണത്തിന് മുമ്പേ ഇമാതിരി കൂതറ പരിപാടികൾക്ക് ഒരാളും നിൽക്കരുത്. നിങ്ങൾക്കിനി അങ്ങനെ സൊള്ളാൻ പോകണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടിയിട്ട് മാത്രമേ ഈ ഭർത്താവാകാൻ പോകുന്നവൻ്റെ കൂടെ വരെ അയക്കാത്തൂന്നേ ഞാൻ പറയുള്ളൂ. കല്യാണം കഴിയുന്നത് വരെ, അതായത് കല്യാണം കഴിഞ്ഞ് പിന്നെ എന്തോ ആയിക്കോട്ടെ, അത് കുഴപ്പമല്ല. പക്ഷെ അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയി ഇരിക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരം അപകടം പിടിച്ചതാണ്. ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അതായത് ഒരു നിമിഷത്തിൽ എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ കല്യാണം മാറിപ്പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. കാരണം ടോക്സിക്കാന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ നോക്കി, അതായത് കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ് ഈ പെണ്ണ് പിന്മാറിയിരിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറയുകയാണ് ചെക്കൻ ഭയങ്കര ടോക്സിക്കാണ്, ശരിയല്ല എന്ന്. അപ്പോൾ ഒരു മാസമായിട്ട് അവർ കറങ്ങി നടക്കുന്നതാണ്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് അതിന് മനസ്സിലായി ഈ കല്യാണം ശരിയാവില്ല, കാരണം ഇവൻ ആള് ശരിയല്ല എന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലാവുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ IB ഓഫീസർ എന്ന് പറയുന്ന മേഘ, മേഘ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ട് ഫൗള് പറ്റിയിട്ടുണ്ട്. പിന്നെ വീട്ടുകാർക്കും പറ്റിയിട്ടുണ്ട്. അതായത് വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ മകളോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു, ഇതുപോലെ പോകുന്നത് മോശമാണ്. അതായത് വലിയ കൊമ്പത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 2 പേരും എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ആൾക്കാരായിരിക്കണം. അല്ലാതെ ഇതുപോലെയുള്ള പൈസ മാത്രം നോക്കിയിട്ട്, പൈസയും പിന്നെ ജോലിയും മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരുത്തനെ തിരഞ്ഞെടുക്കുമ്പോൾ ഓൻ്റെ മനസ്സ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് ആയിരിക്കും. അവൻ അങ്ങനെയുള്ള ഒരുത്തനായിരിക്കും. നമ്മളൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവനുണ്ടാകും. പിന്നെ ഈ പ്രേമം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഈ സ്ത്രീ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവന് ഇപ്പോൾ ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇവൻ പറയുന്ന പല സ്ഥലങ്ങളിലും പോകും, അതുപോലെ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് താമസിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഇവൻ പറയാറുണ്ട് നീ എനിക്കിത് അത് എന്നെല്ലാം പറഞ്ഞ് ഇവനങ്ങനെ വാങ്ങിക്കും. ഇവന് വേണ്ടതൊക്കെ എന്ന് പറഞ്ഞ് ഇവൻ വാങ്ങിക്കും എന്നുള്ളതാണ്. പിന്നീട് എന്ന് പറഞ്ഞ് ഇവന് മനസ്സിലാകുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ചവിട്ടി അങ്ങ് പുറത്തുടുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അച്ഛനമ്മമാർ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക വാണിംഗ് കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. വളരെ മോശം തന്നെയാണ് മോളെ ഇങ്ങനെ പോകുന്നത്. കൃത്യമായിട്ടത് പറഞ്ഞു കൊടുക്കണം. 25 വയസ്സായ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അച്ഛനും അമ്മക്കും കൂടെ പോയിട്ട് നിൽക്കാനൊന്നും പറ്റൂല. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ വരെ കൊടുത്തിട്ട് ഇവനെ പോലുള്ള നാറിനെ എന്തിനാണ് സംരക്ഷിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ശമ്പളം വരെ ഇവന് കൊടുത്തിട്ട് ഇവൻ കൊടുക്കുന്ന നക്കാപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കല്യാണം കഴിഞ്ഞാലും നിന്റെ പൈസയൊക്കെ ഞാനാണ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ പൈസ എൻ്റെ കയ്യിലേക്ക് വരേണ്ടതാണ്
എന്നിട്ട് ഞാൻ തരുന്നത് മാത്രം നീ ഉപയോഗിച്ചാൽ മതി എന്നുള്ള തരത്തിൽ നക്കാപ്പിച്ചയായിട്ട് 500ഉം 1000ഉം മാത്രമാണ് ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇതാണെങ്കിൽ ശരിക്കും തന്നെ കാണിച്ചിരിക്കുന്നത് ശരിക്കും മണ്ടത്തരം തന്നെ. തൻ്റെ കയ്യിലുള്ള പൈസ ചോദിക്കുമ്പോഴെങ്കിലും ഇതിന് നോ പറഞ്ഞൂടെ? അതായത് ഇവൻ ആർത്തിയുള്ളവനാണ്, ഇവൻ പൈസ കാർത്തിക്കാരനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ അവസാനിപ്പിച്ചിട്ട് ഇവരുടെ വഴിക്ക് പോകാനുള്ളതിന് പകരം ഈ പെൺകുട്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ ആ അച്ഛനും അമ്മയ്ക്കും പോയി, അത്ര മാത്രമേ ഉള്ളൂ. ഇന്നലെ ഇപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം എന്താ വെച്ചാൽ ഒറ്റ മോളാണ്, അയാൾ എന്ത് ചെയ്യാനാണ്, ആ മനുഷ്യൻ എന്ത് ചെയ്യാനാണ്? ആ മനുഷ്യൻ പറയുന്നത് പോലെ ഈ പെൺകുട്ടിയുടെ അമ്മ എവിടെ തളർന്ന് കിടപ്പിലാണ്, എനിക്ക് ഓടാതിരിക്കാൻ കഴിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നീതി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ഇപ്പോഴേ ഓരോ സ്ഥലത്തും ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് തൻ്റെ മകൾക്ക് നീതി കിട്ടണമെന്ന്. ഇവനാണെങ്കിലോ ഇവനിപ്പോൾ ഒളിവിൽ എന്ന് പറഞ്ഞു പോയിട്ട് കുടുംബസമേതമാണ് പോയിരിക്കുന്നത്. ഇവനൊക്കെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടാവും, ഒരുപാട് പേര് ഇവൻ്റെ കുടുംബമായിട്ട് ബന്ധമുണ്ടാവും, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് സപ്പോർട്ട് ഉണ്ടാകും. കാരണം ഇങ്ങനെയുള്ള നശൂലങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പിടിപാടായിരിക്കും. അതായത് അച്ഛനായാലും അമ്മയായാലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ പോറ്റി വളർത്തുകയാണ്. മകനായാലും ശരി ആരായാലും ശരി ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്നവനൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, ഏത് നാറിയായി കഴിഞ്ഞാലും ശരി നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഒരു സ്ഥലത്തും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പോകും, പോയാൽ താൻ എന്നാടോ ചെയ്യാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും. പോയിട്ട് നശിച്ചോ, ഒരു കുഴപ്പമില്ല, പോയിട്ട് നശിച്ചോ, എന്നിട്ട് വല്ലവൻ്റെയും പിച്ചാത്തി പിടിയിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും റെയിലിൻ്റെ മുകളിലോ പോയിക്കോ, അതിനൊന്നൊരു കുഴപ്പമില്ല. പക്ഷെ ഇത് അറിയാണ്ട് ചെന്ന് പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മകള് പ്രേമിക്കുന്നത് കുഴപ്പമില്ല, ചില മാതാപിതാക്കളുണ്ട്, ഞാൻ പറയുന്നു എന്താ വെച്ചാൽ മകള് പിന്നെ ആരെങ്കിലും വന്ന് പറയാതാ എടോ നിന്റെ മകളെ ഇവനെ പ്രേമിക്കുന്നുണ്ട് കേട്ടോ, നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കും. വലിയ വീടുണ്ട്, അച്ഛനും അമ്മയും ജോലിക്കാരാണ്, കുഴപ്പമില്ല, ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 നില വീട് ഇവനായിരിക്കും, വീടും പറമ്പിൽ ഇവനായിരിക്കും. ശരി, അങ്ങ് കണ്ണടക്കും. അതാണ് അങ്ങ് കണ്ണടക്കും. എന്താണെന്ന് വെച്ചാൽ ഓൻ പണക്കാരനാണ്, ഓൻ ഇഷ്ടംപോലെ സ്വത്തുണ്ട്. ഇത് കണ്ടിട്ട് മാത്രം കണ്ണടക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോകുന്നത് അപകടത്തിലേക്കാണ്. അതായത് നിങ്ങളുടെ മകളെ ഒരുത്തൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ അവനോട് കല്യാണം കഴിക്കാൻ പറയണം. ആ കല്യാണം പറയുമ്പോഴേക്ക് ഇവൻ്റെ സ്വഭാവം മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് എറണാകുളത്ത് പോകുമ്പോഴും അവിടെ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയും കൂട്ടിയിട്ട് പോകും. അത് കഴിഞ്ഞ് ഇവനോട് പറഞ്ഞു മാതാപിതാക്കൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ സ്വഭാവം മാറി. അതാണ് ഇവന് കല്യാണം വേണ്ട, ഇവനിങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് IB ഓഫീസർ എന്തെന്നായി കഴിഞ്ഞാലും എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക താന്തോന്നികൾ എല്ലാ സ്ഥലത്തും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഓഫീസറായിട്ടോ പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, വിവേകമാണ് വേണ്ടത്, ചിന്തിക്കാനുള്ള വിവേകം. അതായത് ഇന്നലെ കണ്ട ഒരു പരനാരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം ഹോമിക്കണോ, അല്ലെങ്കിൽ 25 വർഷമായിട്ട് തൻ്റെ അച്ഛനും അമ്മയും കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ വളർത്തിയത് അത് അനുഭവിക്കണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞ് ഇന്നലെ കണ്ട് ഒരുത്തന് വേണ്ടിയിട്ട് സ്വയം ജീവിതം എന്താവശ്യം എന്താണ്? അവനിനിയിപ്പം നാളെ കല്യാണം കഴിച്ചിട്ട് അവൻ നല്ല രീതിയിൽ ജീവിക്കുമായിരുന്നു. ഇത് പോയത് പോയില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇമ്മാതിരി തോന്നിയവാസത്തിന് ഒരാൾ നിന്ന് കൊടുക്കരുത്, ഒരാൾ പോലും നിൽക്കരുത്. കല്യാണത്തിന് മുമ്പേ അവൻ്റെ കൂടെ അല്ലെ ഇവൻ്റെ കൂടെ ആയി കഴിഞ്ഞാലും കറങ്ങി നടക്കുന്ന പരിപാടി നിർത്തുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ മൊബൈൽ യുഗമാണ്. അതായത് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോകുമ്പോഴേ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മോക്കുന്നതിൻ്റെയും മുഴുവൻ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പിന്നീട് എന്ന് പറഞ്ഞാൽ നല്ല ജീവിതമൊക്കെ കിട്ടിയിട്ട് വല്ല ഗൾഫിലങ്ങാറ്റം നിൽക്കുമ്പോഴായിരിക്കും വാട്സാപ്പിൽ ഹായ് വരുന്നത്, പഴയ ആ ഓർമ്മ. അത് കഴിഞ്ഞാൽ ഇവൻ 2 ഫോട്ടോ കിട്ടി വരും. അതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചതിയന്മാരുടെ കൂടെ ചതിയന്മാരെ ശ്രദ്ധിക്കുക. നല്ല ആലോചന അച്ഛനും അമ്മയും കൊണ്ടുതരും, അതിനെ കെട്ടിക്കുക. അതാണ് അത്. ചില ആൾക്കാർ അന്നേരം പറയുന്നുണ്ട് കേട്ടോ, ഇതെല്ലാം ഞാൻ തന്നെ പറയണ്ടേ, അതായത് ഇതൊക്കെ ആയിട്ടും പിന്നെ ഡിവോഴ്സ് നടക്കുന്നില്ലടോ എന്ന്. അത് വിധിയാണെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ, അതത്രയേ ഉള്ളൂ. അല്ലാതെ പോയിട്ട് വല്ലവൻ്റെയും പിച്ചാത്തി പിടിയിലോ ഇല്ലെങ്കിൽ കുറച്ച് മറ്റേ ഇതിൻ്റെ അകത്തോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽ പാളത്തിലോ ചാടുന്നതിനും നല്ലതല്ലേ, നല്ലൊരു ബന്ധം അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കുന്നത് പോയാൽ. അപ്പോൾ അവരെങ്കിലും ഉണ്ടാവില്ലേ കൂട്ട്? അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ സഹോദരിമാരെ, നിങ്ങൾ വളരെ സൂക്ഷിക്കുക. ഇന്നലെ കണ്ടവന് പോയിട്ട് നല്ലൊരു ജീവിതം, സുന്ദരമായ നമ്മുടെ ഭൂമിയിലെ ജീവിതം നശിപ്പിച്ച് കളയരുത്. നന്ദി, നമസ്കാരം.